കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ അത് ബന്ധിപ്പിച്ചിരിക്കണം, വോട്ടർ പട്ടികയായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയൂ. അവസാനം വരെയുള്ള വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ള പ്രവാസിയാണെങ്കിൽ ബന്ധുക്കൾക്ക് ഉറപ്പായിട്ടും പൂരിപ്പിച്ചു. ഡിസംബർ 9 ശേഷം പുതുതായിട്ട് പേര് ചേർക്കുന്നവർ 12 രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആധാർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം സമർപ്പിച്ചുകൊണ്ട് ഹിയറിംഗ് വേളയിൽ അത് ചെയ്യാൻ കഴിയുന്നതാണ്. ഒക്ടോബർ 27 വന്ന വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് 2025 ഡിസംബർ 9 ശേഷം ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫോം പൂരിപ്പിക്കാൻ കഴിയും. SIRമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്കുണ്ടാകുന്ന ഒരുപാട് സംശയങ്ങൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തിരുന്നു. ഈ ഒരു എപ്പിസോഡിൽ പ്രവാസികളുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ ആശയക്കുഴപ്പങ്ങളാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത്. സാർ, ഈ പ്രവാസി വോട്ട് സംബന്ധിച്ച് ആശയക്കുഴപ്പം പലർക്കും ഇപ്പോഴുമുണ്ട്. ചില പ്രവാസികൾ നിലവിൽ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണ്. അങ്ങനെയുള്ളവർക്ക് പുതുതായി വോട്ട് ചേർക്കാൻ സാധിക്കുമോ? ഇത്തരത്തിൽ നാട്ടിലില്ലാത്ത വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ വോട്ട് ചേർക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പ്രവാസികളായിട്ടുള്ള നമ്മുടെ വോട്ടർമാര് അവർ നിലവിൽ 2025 ഒക്ടോബർ 27 വരെ ഉള്ള വോട്ടർ പട്ടികയിൽ പേരില്ല എന്നുണ്ടെങ്കിൽ ഡിസംബർ 9 ശേഷം 25 ഡിസംബർ 9 ശേഷം അവർക്ക് ഓൺലൈനായിട്ട് ഫോം 6A ഉപയോഗിച്ചുകൊണ്ട് പ്രവാസി വോട്ടർമാർക്ക് ഫോം ഫില്ല് ചെയ്യാൻ കഴിയും. ഈ ഓൺലൈൻ മുഖാന്തരം പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ കഴിയും, SIR ഫോം ഫിൽ ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ തന്നെ പ്രവാസികൾ പലർക്കും ഓൺലൈൻ വഴി പോലും SIR ഫിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്ന പരാതിയുമുണ്ട്. ഇത്തരം പ്രവാസികൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് SIR ഓൺലൈൻ വഴി ഫില്ല് ചെയ്യുന്നതിന്, നമ്മുടെ ആളുകൾക്ക് ഫില്ല് ചെയ്യുന്നതിന് വോട്ടർ പട്ടികയിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ നമ്മൾ അത് ബന്ധിപ്പിച്ചിരിക്കണം, വോട്ടർ പട്ടികയായിട്ട് ബന്ധിപ്പിച്ചിരിക്കണം. എന്നിരുന്നാൽ മാത്രമേ അത് ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യാൻ കഴിയൂ. ആർക്കെങ്കിലും അതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അത് BLOയുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കാൻ കഴിയുന്നതാണ്. ഈ 2002 പട്ടികയിൽ പോലും പേരില്ലാത്ത പ്രവാസികൾ എന്ത് ചെയ്യണം? 2002 പട്ടികയിൽ പേരില്ലാത്ത പ്രവാസികൾ 2025 ഒക്ടോബർ 27 വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും 2002 മാതാവോ പിതാവോ മുത്തശ്ശനോ മുത്തശ്ശിയോ ആരെങ്കിലും 2002 വോട്ടർ പട്ടികയിൽ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് വെച്ച് പൂരിപ്പിക്കാൻ കഴിയുന്നതാണ്. സാർ, ഈ പ്രവാസികളുടെ പേരിലും ജനന തീയതിയിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? ആയതെല്ലാം തിരുത്തുന്നതിന് 2025 ഡിസംബർ 9 ശേഷം ഇലക്ഷൻ കമ്മീഷൻ അതിന് സൗകര്യം ഒരുക്കുന്നതാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പ്രവാസികളുടെ ഫോം ബന്ധുക്കൾക്ക് പൂരിപ്പിച്ചു നൽകാൻ പറ്റുമോ? 2025 ഒക്ടോബർ 27 വന്ന വോട്ടർ പട്ടികയിൽ പേര് വന്ന അവസാനം വരെയുള്ള വോട്ടർ പട്ടികയിൽ പേര് വന്നിട്ടുള്ള പ്രവാസിയാണെങ്കിൽ ബന്ധുക്കൾക്ക് ഉറപ്പായിട്ടും പൂരിപ്പിച്ചു നൽകാം. പ്രവാസികൾ എന്തൊക്കെ രേഖകളാണ് സമർപ്പിക്കേണ്ടത്? വോട്ടർ പട്ടികയിൽ പേരുള്ളവർ പ്രത്യേകിച്ച് രേഖകളൊന്നും സമർപ്പിക്കേണ്ടതില്ല. എന്നാൽ 2025 ഡിസംബർ 9 ശേഷം പുതുതായിട്ട് പേര് ചേർക്കുന്നവർ 12 രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആധാർ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം സമർപ്പിച്ചുകൊണ്ട് ഹിയറിംഗ് വേളയിൽ അത് ചെയ്യാൻ കഴിയുന്നതാണ്. 2019 പട്ടികയിൽ പേരുണ്ടായിരുന്ന ഒരാൾ 2025 പട്ടികയിൽ നിന്ന് പുറത്തായി. ഇവരുടെ രക്ഷിതാക്കൾക്ക് 2002 പട്ടികയിൽ വോട്ടുമുണ്ട്. ഇയാൾക്ക് തിരിച്ചറിയൽ കാർഡും നിലവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഫോം 6 അപേക്ഷ നൽകണോ? അതല്ല, എങ്ങനെയാണ് അദ്ദേഹം SIRനെ അപേക്ഷിക്കേണ്ടത്? എന്തെല്ലാം രേഖ ഹാജരാക്കേണ്ടി? 2025 ഒക്ടോബർ 27 വന്ന വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ആളുകൾക്ക് 2025 ഡിസംബർ 9 ശേഷം ഓൺലൈൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഫോം പൂരിപ്പിക്കാൻ കഴിയും. അതിനകത്ത് ഒരു തടസ്സമല്ല. അതിനായിട്ട് ഫോം 6 ആണ് ഉപയോഗിക്കേണ്ടത്. ഈ SIRമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്ന് ചോദിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് യുവാക്കളുണ്ട്. അവരെ എങ്ങനെ SIRന്റെ ഭാഗമാക്കാൻ പറ്റും? അല്ല, ഒരു ഇന്ത്യൻ പൗരൻ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ അവകാശമാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ നിർബന്ധിക്കുന്ന കാര്യമല്ല. വോട്ട് എന്നത് ഒരു പൗരൻ്റെ അവകാശമാണ്. ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശമാണ് വോട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യമില്ല, നമ്മുടെ സ്വന്തം കാര്യമാണ്. വോട്ട് എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശം. സാർ, ഈ SIRൽ പൊതുജനങ്ങളിൽ പലർക്കും പലവിധങ്ങളായ സംശയങ്ങൾ ധാരാളം ഇപ്പോഴുമുണ്ട്. ആദ്യം ചോദിക്കാനുള്ളത്, ഈ SIR ഫോം പൂരിപ്പിച്ചത് തെറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പുതിയ ഫോം കിട്ടുമോ? അതോ തെറ്റിയ ഭാഗം വൈറ്റ്നർ കൊണ്ട് മാറ്റാൻ പറ്റുമോ? നമ്മൾ പൂരിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ ഉറപ്പായിട്ടും അത് നമുക്ക് തന്നെ എന്ത് ചെയ്യാം? വൈറ്റ്നർ ഉപയോഗിച്ചോ
അല്ലെങ്കിൽ വൈറ്റ് നമ്പർ ഉപയോഗിക്കാതെ തന്നെ ഒരു വെട്ട് നൽകിയിട്ട് അപ്പുറത്തേക്കോ മാറ്റി എഴുതിയാൽ മതി. ശരിയായിട്ടുള്ളത് എഴുതിയാൽ മതി. പുതിയ ഫോമിൻ്റെ ഒരു ആവശ്യവും ഇല്ല. പുതിയ ഫോം വേണമെന്ന് എങ്ങും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നില്ല. മറ്റൊന്ന് ലളിതമായ ചോദ്യമാണ്. അതായത് SIR ഫോം ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ പൂരിപ്പിക്കേണ്ടത്? ചില ആളുകൾ മലയാളവും ഇംഗ്ലീഷും ഇടകലർന്ന് ഫിൽ ചെയ്തിട്ടുണ്ട്. അത് കുഴപ്പമാണോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ പൂരിപ്പിച്ചാൽ മതി. നമുക്ക് ഏതാണോ സൗകര്യം അതിൽ പൂരിപ്പിച്ചാൽ മതി. ഇടകലർന്ന് പൂരിപ്പിച്ചാലും വിഷയമില്ല. ഈ വോട്ടവകാശം മാത്രമാണോ അതോ എല്ലാവരുടെയും പൗരത്വമാണോ SIRലൂടെ ഉദ്ദേശിക്കുന്നത്? നിലവിൽ കമ്മീഷൻ വോട്ടവകാശം ആണ് ഉദ്ദേശിക്കുന്നത്. മറ്റു നിർദ്ദേശങ്ങളൊന്നും തന്നെ ഇല്ല. ഈ SIRമായി ബന്ധപ്പെട്ട് നിരവധി സംശയങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം ഒരുപാട് ആരോപണങ്ങൾ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പലരും ഷെയർ ചെയ്യാറുണ്ട്. അതിൽ പലരും പറയുന്നത് SIR കുട്ടിക്കളിയല്ല, ഞാൻ വോട്ട് ചെയ്യാറില്ല, അതുകൊണ്ട് SIR ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിന്നാൽ നമ്മുടെ പൗരത്വം തന്നെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്നാണ്. അത് എത്രത്തോളം ശരിയാണ്? ഇങ്ങനെയൊരു ആരോപണം ശരിയാണോ? ഇല്ല, അത്തരത്തിലൊരു നിർദ്ദേശമൊന്നും ഇതുവരെ എങ്ങും തന്നെയില്ല. ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു നിർദ്ദേശം അത്തരത്തിലില്ല. പക്ഷേ വോട്ട് ചെയ്യുന്നതിന് ഇത് ഉറപ്പായിട്ടും നമ്മളൊരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ ഈ SIRൽ സഹകരിക്കേണ്ടതുണ്ട്. ഈ SIR എന്നത് ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നിർബന്ധമായും ചെയ്യേണ്ട ഒന്നാണ്. വോട്ട് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യണം. ഈ SIRൽ പങ്കെടുക്കേണ്ടതുണ്ട്. സ്വന്തം രേഖകൾക്കൊപ്പം മാതാപിതാക്കളുടെ രേഖകളും ആവശ്യമുള്ളവർ ആരൊക്കെയാണ്? സ്വന്തം രേഖയ്ക്കും, അതായത് നമ്മളതിൽ വ്യക്തമാക്കേണ്ട ഒരു കാര്യം, 2002 പേരുള്ള, അതായത് 40 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും 2002 പേരുണ്ടെങ്കിൽ അവർ മറ്റ് രേഖകളൊന്നും തന്നെ നൽകേണ്ടതില്ല. ഇനി 2002 പേര് ഇല്ല എങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും 2002 ഉണ്ടെങ്കിൽ അവരും ഒന്നും തന്നെ നൽകേണ്ടതില്ല. അല്ലാത്തവർക്കാണ് നമ്മൾ ഈ 12 രേഖകൾ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന രേഖകൾ നൽകേണ്ടത്. 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് എങ്ങനെയാണ് നമുക്കറിയാൻ കഴിയുക? അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്? അതിന് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റ് ECI.net എന്ന് പറയുന്ന സൈറ്റോ അല്ലെങ്കിൽ വോട്ടർ ഹെൽപ്പ് ലൈൻ ആപ്പോ അത് ഉപയോഗിച്ചുകൊണ്ട് ഓരോ ജില്ലയും അവരുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ സെലക്ട് ചെയ്ത് ബൂത്ത് സെലക്ട് ചെയ്ത് ഈസി ആയിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ചില ആളുകളുടെ പേര് SSLC ബുക്കിലും ID കാർഡിലും ആധാർ കാർഡിലുമൊക്കെ മാറ്റമുണ്ടാകും. ഒരുപക്ഷെ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ് അധികം ആളുകളിലും കാണുന്നത്. ചിലപ്പോൾ ഇനീഷ്യലിലും വ്യത്യാസമുണ്ടാകും. ഇവർ എന്താണ് ചെയ്യേണ്ടത് ഈ ഫോം ഫിൽ ചെയ്യുമ്പോൾ? വോട്ടർ പട്ടികയിൽ ഉള്ള പേര് ആയത് നോക്കിയിട്ട് ഏതെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ മറ്റോ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് തിരുത്തുന്നതിന് 2025 ഡിസംബർ 9 ശേഷം ആയത് തിരുത്തുന്നതിന് സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. ഈ താമസ സ്ഥലം മാറി വന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, ഇവർ എങ്ങനെയാണ് SIRന്റെ ഭാഗമാകുക? അവർക്ക് ഏതെല്ലാം രേഖകൾ വേണ്ടിവരും? താമസ സ്ഥലം മാറി വന്നവരെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നിലവിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണെങ്കിൽ അവർക്ക് ആ സ്ഥലത്തെ BLO ഫോം അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടാവും. അവർ അവിടെ നിന്ന് ഫോം മേടിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്താൽ മതി, ആ ഫോം ഫില്ല് ചെയ്ത് അവിടെ ഏൽപ്പിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ ചോദിച്ച സംശയം, 2002 വോട്ടർ പട്ടികയിൽ അവർക്ക് പേരില്ല, പക്ഷേ ഇപ്പോൾ വിവാഹം കഴിച്ച ശേഷം പങ്കാളിക്കൊപ്പമാണ്, പങ്കാളിയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർ ഈ പുതിയ SIRൽ പേര് ചേർക്കുമ്പോൾ പങ്കാളിയുടെ പേര് ചേർക്കണോ അതോ രക്ഷാകർത്താക്കളുടെ പേരാണോ ചേർക്കേണ്ടത്? നമ്മൾ 2025 ഒക്ടോബർ 27 അവരുടെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നമുക്ക് 2002 അവർ പേരില്ല എന്നുണ്ടെങ്കിൽ ആ എന്യൂമറേഷൻ ഫോമിൻ്റെ 3ാമത്തെ കോളമാണ് പൂരിപ്പിക്കേണ്ടത്. ആ 3ാമത്തെ കോളത്തിൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ പേര് തന്നെയാണ് ചേർക്കേണ്ടത്. ഈ ആധാർ കാർഡിലും വോട്ടർ ID കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് ഡിഫറൻ്റ് ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആധാർ കാർഡിലും വോട്ടർ ID കാർഡിലും ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആയത് തെളിയിക്കുന്നതിനുള്ള മറ്റ് രേഖകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് SLC ബുക്കോ മറ്റോ ഉണ്ടോ എന്നുള്ളത് എടുത്തതിന് ശേഷം ആയതിൽ തിരുത്തലുകൾ വരുത്താവുന്നതാണ്. വേറൊരാൾ ചോദിച്ച സംശയം, 2002 വോട്ട് ചെയ്തു, ഇപ്പോൾ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് കാണുന്നില്ല, അങ്ങനെയുള്ളവർ എന്ത് ചെയ്യും? 2002 വോട്ടർ പട്ടികയിൽ പേരുള്ളവർ നിലവിലെ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ അവർക്ക് ഡിസംബർ 9 ശേഷം കരട് വോട്ടർ പട്ടിക വന്നതിന് ശേഷം ഫോൺ നമ്പർ 6 ഓൺലൈനായിട്ട് വോട്ടർ പട്ടിക പേര് സമർപ്പിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാകുന്നതാണ്. സാർ, നിരവധി പെൺകുട്ടികൾക്കുള്ള സംശയമാണ്, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് വന്ന പെൺകുട്ടികൾ എങ്ങനെയാണ് ഈ SIR ഫോം ഫിൽ ചെയ്യേണ്ടത്, ഏത് അഡ്രസ്സാണ് അവർ കൊടുക്കേണ്ടത് എന്നത്. അവരുടെ മാതാപിതാക്കൾ അവരിപ്പോൾ നിലവിൽ അവരുടെ വോട്ടർ പട്ടികയിൽ പേര് കിടക്കുന്ന എവിടെയാണോ എന്നുള്ളത് നോക്കിയിട്ട്
അത് അടിസ്ഥാനത്തിലാണ് ആ കാര്യം ചെയ്യേണ്ടത്. എന്തായാലും 2025 ഒക്ടോബർ 27 മുമ്പ് വോട്ടർ പട്ടികയിൽ വോട്ടർ പട്ടികയിൽ പേരുള്ളവർക്ക് അവർക്ക് എന്തായാലും എനിമേഷൻ ഫോം കിട്ടും. അത് ചിലപ്പോൾ അവരുടെ കുടുംബ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ നിലവിൽ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അവിടെ വോട്ടർ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ കഴിക്കും. എന്തായാലും ഉറപ്പായിട്ടും അവർക്ക് ഫോം കിട്ടും. അച്ഛനും അമ്മയും ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ മക്കൾ എങ്ങനെ SIRന്റെ ഭാഗമാകും? അച്ഛനും അമ്മയും ഇതുവരെ വോട്ട് ചെയ്യാത്തവരാണെങ്കിൽ അവർ 2002 വോട്ടർ പട്ടികയിൽ വോട്ട് ചെയ്തു ഇല്ലേ എന്നുള്ളതല്ല, 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അവർ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കണം. ഇപ്പോൾ പുതിയതായിട്ട് വന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നുള്ളത് നോക്കണം. ആയതാണ് അതിൻ്റെ മാനദണ്ഡം.